ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ കൊലപാതക ശ്രമത്തിന് കോടതി ശിക്ഷിച്ച പ്രതി കവർച്ച കേസിൽ പിടിയിൽ. തൃപ്പൂണിത്തുറയിൽ ചിട്ടിക്കമ്പനി ഉടമയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ചും മർദ്ദിച്ചും അവശനാക്കിയ ശേഷമായിരുന്നു കവർച്ച. CCTV ദൃശ്യങ്ങളും ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. തൃപ്പൂണിത്തുറയിലെ പ്രീമിയർ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ കവർച്ച നടത്തിയ കേസിലാണ് ഫസീല കുടുങ്ങിയത്. ഫസീലയെ മണ്ണാർക്കാട് നിന്നാണ് പിടികൂടിയത്. ഒരു തുമ്പും അവശേഷിക്കാതെ കവർച്ച നടത്തിയ ഫസീലയെ കുടുക്കിയത് പോലീസിന്റെ അന്വേഷണ മികവാണ്. രാവിലെ 9:30 സ്ഥാപനം തുറന്നയുടൻ പർദ്ദയും മുഖാവരണവും ഇട്ടെത്തിയ ഫസീല ഉടമ KN സുകുമാര മേനോന്റെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു. തുടർന്ന് കസേര കൊണ്ട് മർദ്ദിച്ചു. മേശവലിപ്പിലുണ്ടായിരുന്ന 10,000 രൂപയും ഉടമയുടെ കഴുത്തിലുണ്ടായിരുന്ന 3.25 പവൻ സ്വർണ്ണമാലയും കവർന്നു. കവർച്ചയ്ക്ക് പിന്നാലെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഫസീല അവിടെ നിന്നും ഓട്ടോയിൽ കരിങ്ങാച്ചിറയിൽ ഇറങ്ങി. ഇതിനിടെ പർദ്ദ ഊരിമാറ്റുന്നത് ഓട്ടോക്കാരൻ കണ്ടിരുന്നു. കവർച്ച കേസ് അന്വേഷിച്ചെത്തിയ ഹിൽ പാലസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു ഇടവഴിയിലൂടെ ഫസീല തോടിനരികിലേക്ക് പോകുന്നതും പാതി നിറഞ്ഞ നിലയിൽ തിരികെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. തെളിവെടുപ്പിന് പട്ടിയെത്തിയാലും മണം കിട്ടാതിരിക്കാൻ കുളിക്കാനായിരുന്നു ഈ പോക്ക്. ഇതിനൊപ്പം പർദ്ദയെ ഉപേക്ഷിച്ചു. ആക്രമണത്തിനിരയായ ചിട്ടിക്കമ്പനി ഉടമയെ കാണിച്ചതോടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഫസീലയാണ് ദൃശ്യങ്ങളുള്ളതെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞു. ഇവർക്ക് ഇതേ സ്ഥാപനത്തിൽ ചിട്ടിയും ഉണ്ടായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോണിൽ വിളിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എന്നായിരുന്നു മറുപടി. എന്നാൽ ഫോൺ ലൊക്കേഷൻ മണ്ണാർക്കാടെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ കവർച്ചക്കാരിയെ തെളിഞ്ഞു. പിന്നെ മണ്ണാർക്കാട് നിന്നും അറസ്റ്റും. 2 വർഷമായി തൃപ്പൂണിത്തുറയിൽ ചിട്ടി സ്ഥാപന ഉടമയുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഫസീല. ആക്രമണത്തിന് ശേഷം ഓട്ടോറിക്ഷയിൽ കണ്ണൻകുളങ്ങരയിൽ വന്നിറങ്ങി പ്രതി പർദ്ദ അഴിച്ചുമാറ്റി ഓടുന്നതും തിരിച്ചു നടന്നു വരുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഫസീലയാണെന്ന് കണ്ടെത്തിയത്. 25 CCTV ക്യാമറകൾ പരിശോധിച്ചതിലൂടെയാണ് പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചത്. നിരവധി ഓട്ടോ ബസ് തൊഴിലാളികളോട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഫസീല സുകുമാറിന്റെ വീട്ടിൽ വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും പതിവായിരുന്നു. ഇയാളുടെ ചിട്ടി സ്ഥാപനത്തിൽ മറ്റൊരാളുടെ പേരിൽ 4 ചിട്ടി ഫസീല ചേർന്നിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൂടാതെ നിരവധി തവണ സ്ഥാപനത്തിൽ വരികയും 3 തവണ ആക്രമണം നടത്തിയ ക്യാബിനുള്ളിൽ ഇരുന്നിട്ടുള്ളതായും പോലീസ് പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിയായിരുന്നു ആക്രമണം. CCTV ദൃശ്യങ്ങൾക്ക് പിറകെയുള്ള യാത്രയാണ് നിർണായകമായത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.